ആർക്കിട്ട് എന്ത് പണി കൊടുക്കാന്ന് ആലോചിക്കുക. കൂട്ടിപ്പിശാസ്. എന്താ മോനെ, സ്കൂളിൽ നിന്ന് വന്നപ്പം മുതലേ വലിയ ആലോചനയിലാണല്ലോ. ആദിത്യന് എങ്ങനെ പണി കൊടുക്കാം എന്നല്ലേ നീ ആലോചിക്കുന്നത്? അതെ, അതെങ്ങനെ ജോണി ചേട്ടനെ മനസ്സിലായി? വേറൊരു കാര്യവും നീ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ആലോചിക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഊഹിച്ചതാ. അല്ല, എന്താ പ്രശ്നം? ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ എല്ലാരും ടൂർ കൊണ്ടുപോവാ കാട്ടിലേക്ക്. ഓഹോ, ആദിത്യനെ കൂടെ കൂട്ടാതിരിക്കാൻ എന്താ വഴിയെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ. ടൂറിന് വരാൻ പറ്റാതായ അവൻ കുറച്ചൊന്നുമല്ല സങ്കടപ്പെടാൻ പോകുന്നത്. എല്ലാവരും എത്തിയല്ലോ. റെഡിയല്ലേ ടീച്ചറെ? യെസ് മാഡം. നമ്പർ എടുത്തു. പറയടോ അത് എങ്ങനെയെന്ന്. കാട്ടിനകത്ത് വെച്ച് ആദിത്യനിട്ടൊരു പണി ഞാൻ കൊടുക്കും. ചിൽഡ്രൻ, ഈ ട്രിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് there are few things I want to tell you. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തരും അക്ഷരം പ്രതി അനുസരിക്കണം. കൂട്ടം തെറ്റി ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകാൻ പാടില്ല. ഈ യാത്രയുടെ ലക്ഷ്യം കാടിനെ അറിയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആസ്വാദനം മാത്രം പോരാ, നിരീക്ഷണവും വേണം. യു ഷുഡ് എൻജോയ് ആൻഡ് ഓൾസോ ഒബ്സർവ്. എന്നാ ഇനി എല്ലാവരും വരിവരിയായിട്ട് ബസ്സിൽ കയറിക്കോളൂ. ടീച്ചറേ, സുമനെ ആദിത്യം കുഴി തള്ളിയിട്ടു. ഈശ്വര, തള്ളിയിട്ടുണ്ടോ? അതെ ടീച്ചറെ, ആദിത്യനാ തള്ളിയിട്ടത്. അയ്യോ ഈശ്വര, എന്നിട്ട് സുമന ഇവിടെ എന്തെങ്കിലും പറ്റിയോ അവന്? അവിടെയുള്ള ഒരു വലിയ കുഴിയിലാവും വീണ് നടക്കുക. ടീച്ചർ ഇവിടെ പിള്ളേരുടെ കൂടെ നിൽക്ക. ശരി, നോക്കാം. പെട്ടെന്ന് കുഴിയെന്ന് പുറത്തെത്തിച്ച് ആശുപത്രി കൊണ്ടുപോകണം ടീച്ചറെ, അല്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാവും. നമ്മളെല്ലാം കുടുങ്ങും. സുമൻ, സുമൻ, സുമൻ. എനിക്ക് അവനൊന്ന് കാണണം സിസ്റ്ററെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞില്ലേ, ഒരല്പം വെയിറ്റ് ചെയ്യണം മേഡം, ഉടനെ എന്തായാലും കാണാൻ പറ്റില്ല. അല്ല സിസ്റ്ററെ, എന്താ അവന്റെ അവസ്ഥ എന്നെങ്കിലും? അവന് കുഴപ്പമൊന്നുമില്ലെന്നൊരു വാക്കുമില്ല അവര് പറഞ്ഞില്ലല്ലോ മകേട്ടാ. നമ്മുടെ മോൻ എന്തെങ്കിലും പറ്റിയോ? ഒന്നും വരില്ല.
നീ ഇങ്ങനെ കരയില്ലേ? അയ്യോ എനിക്ക് പേടിയാവുന്നു. അവനൊന്നും അവനെന്തെങ്കിലും വരില്ല, ജയേ. പറ്റിയാ നീ എനിക്ക് സമാധാനം സഹിക്കാൻ പറ്റുമോ മഹേട്ടാ? ആവശ്യമില്ലാത്ത ഒന്നും നീ ചിന്തിക്കണ്ട. നമ്മുടെ മോൻ ഒന്നും വരില്ല. നീ ഒന്ന് സമാധാനപ്പെടേണ്ട ജയശ്രീ. അയ്യോ ശ്ശേ. എന്താ ശരിക്കും സംഭവിച്ചേ? അത് സുമൻ 10-20 അടി താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക് വീണത്. എങ്ങനെ? പിന്നെന്തിനാ നിങ്ങൾ ടീച്ചേഴ്സ് ഈ കുട്ടികളുടെ കൂടെ പോയത്? ഇത്രയ്ക്ക് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ കുട്ടികളെ കൊണ്ട് ടൂറിനിറങ്ങി തിരിച്ച്, അതും ഇതുപോലെ അപകടം പിടിച്ച സ്ഥലത്തേക്ക്? അല്ല സർ, അങ്ങനെയല്ല. ഞങ്ങളെ അനുസരിക്കാതെ സുമൻ സ്വയം ചെന്ന് ചാടിയതാ ആപത്തില്. ഹൗ ഡെയർ യു! സ്വന്തം തെറ്റുമറയ്ക്കാൻ എന്റെ മോനെയാണോ നിങ്ങളിപ്പോ കുറ്റപ്പെടുത്തുന്നേ? സർ, ഒരു മിനിറ്റ്. ആ ടീച്ചേഴ്സ് പറയുന്നത് ശരിയാ. അവരെ അങ്ങനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അവിടെ നടന്നിരിക്കാൻ സാധ്യതയുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പോഴും അവര് ന്യായം പറയുവാണോ? ഇത്രയൊക്കെ കൺമുന്നിൽ നടന്നിട്ടും അവർക്കാർക്കും കാര്യം മനസ്സിലായില്ലേ? ചിലരങ്ങനെ ജയശ്രീ. ആ ആദിത്യനെന്ന് പറഞ്ഞവൻ ഇനി എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അവരവനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന് എന്താ അവർക്കുള്ള ന്യായം? എന്ത് പറഞ്ഞാ അവർ ഇനി അവനെ സപ്പോർട്ട് ചെയ്യുന്നേ? അവനാണല്ലോ സ്വന്തം ജീവൻ പണയപ്പെടുത്തി കുഴിയിലിറങ്ങി നമ്മുടെ മകനെ രക്ഷിച്ച ദേവദൂതൻ. ആ ഫയർഫോഴ്സുകാരും പോലീസും കൂടി ആദിത്യനെ പിടിച്ച പിടിയാലെ ആ കുഴിയിൽ ഇറക്കിയതാ. അതെനിക്ക് ഉറപ്പാ. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് അവൻ മറുത്തെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും കൂടെ കൊന്നേനെ അവനെ. അത് പേടിച്ചിട്ടാവും അവൻ കുഴിയിൽ ഇറങ്ങിയത്. എന്തായാലും ശരി, നമുക്കിതിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല മഹേട്ടാ. ആര് വിട്ടുകളയുന്നു ജയശ്രീ? കേസ് മാക്സിമം സ്ട്രോങ് ആക്കി മൂവ് ചെയ്യാൻ തന്നെ എന്റെ തീരുമാനം. നീ കണ്ടോ, ഈ വിഷയത്തിൽ ഇനി അവന്റെ വീട്ടുകാരോ സ്കൂളുകാരോ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദിത്യന്റെ വിളച്ചില് ഇതോടെ തീർത്ത് ഞാൻ. ഇതിന്നവൻ തലയൂരി രക്ഷപ്പെടാൻ പോകുന്നില്ല. സാർ ഇരിക്കണം. താങ്ക് യു. എല്ലാവർക്കും തിരക്കായിരിക്കുന്നറിയാം. എന്നാൽ ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യണം. പറഞ്ഞോളൂ സാർ. പൊന്മുടിയിലെ പിക്നിക്കുമായി ബന്ധപ്പെട്ട അപകടത്തിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ അറിഞ്ഞു. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ ആ 2 കുട്ടികളെ കുറിച്ചും അറിയാനാണ് ഞാനിപ്പോ വന്നത്. അത് അബദ്ധത്തിൽ പറ്റിപ്പോയ ഒരു അപകടം മാത്രമാണ് സർ. അല്ലാതെ ആരും മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെയല്ല മാഡം. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ ഇമേജ് സംരക്ഷിക്കാൻ നോക്കുന്നു, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിങ്ങളും സ്കൂളും മാതൃകയാകേണ്ടത് കുറ്റവാസനയുള്ള കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടാകരുത്. സുമന്റെ അച്ഛൻ മിസ്റ്റർ മഹേഷ് കുമാറിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്ന മൊഴിപ്രകാരം ഇതാദ്യ തവണയല്ല അദ്ദേഹത്തിന്റെ മകനെ ഈ സ്കൂളിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്, മാനസികമായും ശാരീരികമായും. അതും ആദിത്യൻ കാരണം. അത് പിന്നെ ആ പ്രായത്തിലുള്ള ആൺകുട്ടികളാവുമ്പോ ചെറിയ തല്ലും വഴക്കും ഒക്കെ സ്വാഭാവികമല്ലേ സർ? ആദിത്യന് ഇനി 5-6 കൊല്ലം ജുവനൈൽ ഹോമിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇല്ല, FIR അതിന് വേണ്ടുന്ന വഴിമരുന്നല്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മഹേഷ് സാറേ. നന്നായി.